എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ ഡെർമ റോളിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് നമ്മൾ പല കോണ്ടക്സ്റ്റുകളിലും കണ്ടിട്ടുണ്ടാവും ഡെർമ റോളർ വഴി നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ഡെർമ റോളർ ഈ പറയുന്ന പോലെ ഉപയോഗപ്രദമാണോ അതല്ല ഡെർമ റോളറിൻ്റെ ആക്ച്വൽ യൂസ് എങ്ങനെയാണ്, അത് എത്ര തവണ യൂസ് ചെയ്യണം, ഏത് നീഡിലാണ് ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെയാണ് ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും ക്ലീൻ ചെയ്യേണ്ടത്, അതല്ല കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ കൊഴിഞ്ഞു പോവോ, കൂടുതലായിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാവുമോ എന്നൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഡെർമ റോളർ എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അതിൻ്റെ മെയിൻ പർപ്പസ് ഫസ്റ്റ്. രണ്ടാമത്തത് ഈ ഡെർമ റോളിങ് വഴി നമ്മൾ തലയിൽ റോള് ചെയ്യുമ്പോൾ അതിൽ മൈക്രോ പോർസ് ഉണ്ടാവും, അതായത് ചെറിയ ചെറിയ മുറിവുകളുണ്ടാവും. ഈ മുറിവുകൾ കാരണം നമ്മളെ ബോഡി മുറിവുണ്ടാകുമ്പോൾ അപ്പം തന്നെ കൊളാജൻ സിന്തസിസ് ചെയ്യും, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് അവിടേക്ക് കൂടുതൽ ബോഡി കടത്തിവിടും. എന്തിനാ വെച്ചാൽ അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പ്ലേറ്റ്ലെറ്റ് ആണെങ്കിലും കൊളാജൻ ആണെങ്കിലും ഡയറക്റ്റ്ലി എന്താ ചെയ്യുക വെച്ചാൽ ഹെയർ ഗ്രോത്തിനെ സഹായിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഗ്രോത്ത് ഫാക്ടർ ഉണ്ട്. ആ ഗ്രോത്ത് ഫാക്ടർ വെരി മച്ച് നമ്മളെ ഹെയർ ഗ്രോത്തിൻ്റെ ആനജൻ ഫേസിലും മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ ന്യൂ ഹെയർ സെൽ ഫോർമേഷനും എല്ലാത്തിനും സഹായിക്കുന്നതാണ് PDGF-ഉം. അതിൻ്റെ കൂടെ ഇൻ്റർലുക്കീൻസ് ഉണ്ട്, അങ്ങനത്തെ കുറേ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് PDGF ആണ്. അപ്പോൾ PDGF-ൻ്റെ ഫോർമേഷൻ, കൊളാജൻ്റെ ഫോർമേഷൻ എല്ലാം ഈ ചെറിയ ചെറിയ മുറിവുകൾ വഴി ഹെൽപ്പ് ചെയ്യും ഇതൊക്കെ ഫോം ചെയ്യാൻ. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും സിറവോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഹെയർ സിറം യൂസ് ചെയ്യുന്നുണ്ട്, അത് കൂടുതലായിട്ടും നിങ്ങളുടെ ബോഡിയിലോട്ട് കടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെർമ റോളിങ് ചെയ്യുമ്പോൾ ആ പോർസ് കൂടി അത് ഉള്ളിലോട്ട് കൂടുതൽ കടക്കും. അതുവഴി നിങ്ങൾക്ക് യൂഷ്വലി ടോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റാണ് കിട്ടുക. പക്ഷേ ഇതെത്രയൊക്കെയാണെങ്കിലും ഡെർമ റോളിങ്ങിന് പല രീതിയിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് നമ്മളിത് റോൾ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് മുറിവുകൾ ഉണ്ടായിട്ട് അത് ഉണങ്ങാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രഷർ കൂടുതൽ ഒരിക്കലും കൊടുത്ത് ചെയ്യരുത്, വളരെ പ്രഷർ കൊടുത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ വലിയ നീഡിൽ സൈസ് ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. 0.5 mm മാക്സിമം, അതിൻ്റെ അപ്പുറത്തുള്ള നീഡിൽ സൈസ് യൂസ് ചെയ്യരുത്. SCT എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിന് മീൻസ് ജസ്റ്റ് ഒരു ടച്ച് സ്റ്റിമുലേഷൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയുക ഇതിൻ്റെ ആവശ്യമില്ല. ഒരു ഇപ്പോൾ PDGF-ൻ്റെ ഫോർമേഷൻ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ PRP-GFC ഒക്കെ ചെയ്യുമ്പോൾ ഈ ഡെർമ റോളിങ് യൂസ് ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രഷറൊന്നും SCT ചെയ്യുമ്പോൾ ആവശ്യമില്ല. SCT ചെയ്യുമ്പോൾ വളരെ ലൈറ്റസ്റ്റ് ടച്ച് മാത്രം മതി ഡെർമ റോളർ വെച്ച്. അത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ജസ്റ്റ് ഒരു സ്റ്റിമുലേഷന്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് PDGF ഫോർമേഷനെ കൊണ്ടൊന്നും SCT ചെയ്യുമ്പോൾ PDGF ഒന്നും SCT-നെ ബാധകമല്ല. SCT-ക്ക് ഡയറക്റ്റ്ലി ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഡെർമ റോളർ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡയബറ്റിക് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചുരുണ്ട മുടികളുണ്ടെങ്കിൽ ഓക്കെ, ഈ ഡെർമ റോളിങ് കഴിയുന്നതും യൂസ് ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ഇത് ഏത് ഡയറക്ഷനിലോട്ടാണ് മീൻസ് റോൾ ചെയ്യേണ്ടത്, ഒരിക്കലും വേർട്ടിക്കൽ അല്ലാത്ത ഡയറക്ഷനിലോട്ട് റോൾ ചെയ്യരുത്. അത് നിങ്ങളെ മുടിക്ക് ഡാമേജ് ആക്കും. എസ്പെഷ്യലി ഞാൻ പറയാലോ, നിങ്ങളുടെ ഹെയർ ലോങ് ഹെയർ ആണെങ്കിൽ നിങ്ങളുടെ ഹെയറിൻ്റെ ഡയറക്ഷനിലോട്ട് മാത്രം റോൾ ചെയ്യുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റോൾ ചെയ്യരുത്. മനസ്സിലായോ? അതായത് ഇപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ താഴോട്ട് ഇങ്ങനെ വെക്കുക, അപ്പോൾ ഞാൻ റോൾ ചെയ്യുമ്പോൾ താഴോട്ട് മാത്രം റോൾ ചെയ്യുക. അതേപോലെ താഴോട്ടേക്ക് ഇറക്കി മുകളിലോട്ടേക്ക് എടുക്കണ്ട. ഹെയർ ലെങ്ത് ഉള്ള ആളുകളെ കാര്യമാണ് പറയുന്നത്. അതല്ലെങ്കിൽ അവർക്ക് പിന്നെ ഡെർമ സ്റ്റാമ്പ് യൂസ് ചെയ്യുക. അത് ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ളത് യൂസ് ചെയ്യാം. പക്ഷേ ലോങ് ഹെയർ ആകുമ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഓപ്പോസിറ്റായിട്ട് ചെയ്യുമ്പോൾ
മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കഴിയുന്നതും ഡെർമാ റോളിങ് ഞാൻ എങ്ങനെ കൊടുക്കാറ്, ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് ആകെപ്പാടെ ഡെർമാ റോളിങ് ജസ്റ്റ് സ്റ്റിമുലേഷൻ മാത്രം ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒന്നരാടനെ ഇടവിട്ട് ചെയ്യാൻ ആക്ച്വലി കൊടുക്കാറുള്ളത്. പക്ഷേ യൂഷ്വലി ഉള്ള ഡെർമാ റോളിങ് ലൈക്ക് ഇപ്പോൾ PRPക്കും GFC ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡെർമാ റോളിംഗ് ഒക്കെ ആഴ്ചയിൽ 2-3 ദിവസം ചെയ്താൽ മതി. കാരണം അതിൽ കൂടുതൽ പ്രഷർ നിങ്ങൾ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് ഹീലാവാനുള്ള ടൈമും കൂടി വേണം. അതുകൊണ്ടാണ് പറയുന്നത് അത് ആഴ്ചയിൽ 2-3 ദിവസം അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡെർമാ റോളിംഗ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതല്ല SCTക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ ക്ലിനിക്കിൽ വന്നിട്ട് ഞാനായിട്ട് നിങ്ങൾക്ക് ഡെർമാ റോളർ തരുന്നുണ്ടെങ്കിൽ അത് ഒന്നിടവിട്ടിട്ട് യൂസ് ചെയ്യാനാണ് ഞങ്ങൾ പറയാറ്. അതും ഒട്ടും പ്രഷറില്ലാതെ, അതായത് ഫ്രീ ഹാൻഡിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നും പറയാറുണ്ട്. അത് ഞാൻ പറയണത് SCTൻ്റെ കാര്യത്തിലാണ്. SCT അല്ലാത്ത ടെക്നിക്കിലൊക്കെ അത്യാവശ്യം പ്രഷർ കൊടുത്തിട്ട് ആണ് യൂഷ്വലി ചെയ്യാറ്. അത് 2-3 ദിവസം മാത്രം ആഴ്ചയിൽ ചെയ്താൽ മതി. ഓക്കെ. പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഡെർമാ റോളറിൻ്റെ ക്ലീനിങ് ഓഫ് എ ഡെർമാ റോളർ എങ്ങനെയാണെന്നാണ് അടുത്ത് മെയിനായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഡെർമാ റോളർ ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ കഴിഞ്ഞ തവണ യൂസ് ചെയ്ത എൻ്റെ ഡെബ്രിസ് അല്ലെങ്കിൽ അതിൻ്റെ റെമനൻസ് അതിൻ്റെ മുകളിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വീണ്ടും നമ്മൾ സ്കിന്നിൻ്റെ ടിഷ്യൂ ഒക്കെ അതിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്യാതെ യൂസ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷനൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഓരോ തവണ ഇത് യൂസ് ചെയ്യുമ്പോഴും ഒന്നെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. എന്നിട്ട് ചൂടുവെള്ളം മാറിയതിന് ശേഷം പോയതിന് ശേഷം മീൻസ് ചൂടാറിയതിന് ശേഷം യു ക്യാൻ യൂസ്. ഓക്കെ. അതല്ലെങ്കിൽ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനത്തിൽ മുക്കി വയ്ക്കാം. ഓരോ തവണ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐസോപ്രോപ്പൈലിൽ മുക്കി വയ്ക്കുക. പിന്നെ പിറ്റേ ദിവസം യൂസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അതിൽ എടുക്കുക, ജസ്റ്റ് ഒരു കപ്പ് വെള്ളം അതിൻ്റെ മുകളിൽ കൂടി ഒഴിക്കുക, എന്നിട്ട് യൂസ് ചെയ്യുക. മനസ്സിലായോ? ഇത് 2 വേസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ക്ലീൻ ചെയ്യാം. ഓക്കെ. പിന്നെ സിറം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആണോ അതിന് ശേഷമാണോ ഡെർമാ റോളിങ് ചെയ്യേണ്ടത്? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സിറം അപ്ലൈ ചെയ്യുന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഡെർമാ റോളർ കൊടുക്കാറ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂടുതലായിട്ടും സിറം ആ ബോഡിയിലോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ സിറം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വേണം യൂസ് ചെയ്യാൻ. മനസ്സിലായോ? അങ്ങനെ മുന്നേ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിയിലോട്ട് കൂടുതൽ സിറം കയറും. അപ്പം നമുക്ക് അത് പാടില്ല. ഞങ്ങൾക്ക് കൂടുതൽ സിറം ബോഡിയിലോട്ട് കയറിക്കഴിഞ്ഞാൽ അത് നിർത്തുമ്പോൾ ബോഡി ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആവും സിറത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറ് സിറം തേച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയെന്ന്. യൂഷ്വലി കൂടുതൽ സിറത്തിൻ്റെ എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ സിറത്തിൻ്റെ മുന്നേ വേണം ചെയ്യാൻ. കൂടുതലായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സിറം ഒരു ഘട്ടം കഴിഞ്ഞാൽ നിർത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത് നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഘട്ടത്തിലോട്ട് പോകുമ്പോൾ ബോഡി കൂടുതലായിട്ടും ഡിപ്പെൻഡൻ്റ് ആവാതെ വേണം ഇരിക്കാൻ സിറത്തിനോട്. അപ്പോൾ ഏത് സിറാണെങ്കിലും ഏത് മുടീൻ്റെ മുകളിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചാലും അത് ഒറ്റയടിക്ക് നിർത്തരുത്. ആ ബോഡി ഡിപ്പെൻഡൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സിറം തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡെർമാ റോളിങ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡെർമാ റോളിങ്ങിൻ്റെ കാര്യങ്ങൾ. ഡെർമാ റോളർ യൂസ് ചെയ്യുമ്പോൾ വളരെ നല്ല എഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുക. ഇറ്റ്സ് എ വെരി ഗുഡ് ടൂൾ ഫോർ ഗ്രോയിങ് ഹെയർ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യമായിട്ടുള്ള ഇഷ്യൂസൊന്നുമില്ല. ബട്ട് ഡയബറ്റിക് ആണോ എന്നാൽ ശ്രദ്ധിക്കുക, മുറിവാക്കരുത്. മുറിവ് ഉണങ്ങാതിരിക്കാൻ ചാൻസ് ഉണ്ട്, അതുവഴി ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക ബ്ലീഡിങ് ടൈമൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ആസ്പിരിൻ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ ഈ എന്താ പറയുക റോളർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ കൂടുതലായിട്ടും ഈ ആസ്പിരിൻ ആണെങ്കിലും ട്രൈഗ്ലിസറൈഡ് ആണെങ്കിലും ഒക്കെ കൂടിയ ആൾ മീൻസ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ആസ്പിരിൻ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഡെർമാ റോളിങ് ചെയ്യുമ്പോൾ നല്ല ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അതായത് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ 2-3 ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈഗ്ലിസറൈഡ് കൂടുതലാണെങ്കിലും നിങ്ങൾ ട്രൈഗ്ലിസറൈഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ടാബ്ലറ്റ് എടുക്കുന്നുണ്ടെങ്കിലും സെയിം തിങ് ചെയ്യുക. നല്ല ഗ്യാപ്പ് കൊടുത്തിട്ട് ഡെർമാ റോളിങ് ചെയ്യുക. അല്ലാത്ത ഡയബറ്റിക് ആണെങ്കിലും നിങ്ങൾ ഇതേപോലെ പ്രഷർ ഒട്ടും കൊടുക്കാതെ വേണം ചെയ്യാൻ. കാരണം മുറിവായി കഴിഞ്ഞാൽ ഉണങ്ങാൻ ഉള്ള ടൈമും കൊടുക്കണം. അതേപോലെ തന്നെ മുറിവാവാതെ മാക്സിമം നോക്കും വേണം. അപ്പോൾ ഇതാണ് ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഔട്ട്ലൈൻ ഡെർമാ റോളറെ പറ്റി. താങ്ക് യു.